ഹായ്, ഞാൻ അർജുൻ. എൻ്റെ വീട് രാമനാട്ടുകരയാണ്. കാലിക്കറ്റ് മലപ്പുറം ബോർഡറാണ് താമസിക്കുന്നത്. അവിടെ ഒരു ഫ്ലോറിഗറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലെ ഹൈസ്കൂൾ ടീച്ചറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലാ ഡെൻസിറ്റിയുടെ കാലിക്കറ്റ് ബ്രാഞ്ചിലാണ്. ഇപ്പോൾ റിസൾട്ട് ആക്ച്വലി 4 മാസമായിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ 4 മാസം വരെ ഷെഡിങ് ഫേസാണ്. പക്ഷേ എനിക്കാണെങ്കിലും ഡോക്ടേഴ്സ് ആണെങ്കിലും എൻ്റെ ഈ ലുക്സിൽ ഇപ്പോൾ 4 മാസത്തിൽ ഭയങ്കര കോൺഫിഡൻസ് കഴിയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും എൻ്റെ ഗ്രോത്ത് എങ്ങനെയായിരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ആണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു പെരുമാറ്റമാണ്. ഒരു സർവീസും കാര്യങ്ങളും അവർ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞുള്ള അവിടെ അപ്ഡേറ്റ് ആണെങ്കിലും എല്ലാം വളരെ നന്നായിട്ട് നീറ്റായിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ഡോക്ടേഴ്സിനോട് ചോദിക്കാം, ഒരു കുഴപ്പമില്ല. നമുക്കിപ്പം ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടായി ഫീൽ ചെയ്യുന്നത്. പിന്നെ 4000 ഗ്രാഫ്റ്റാണ് ഞാൻ ആക്ച്വലി വെച്ചിരിക്കുന്നത്. ഹെയർ ലൈൻ ആണെങ്കിലും എല്ലാം പ്രോപ്പറായിട്ട് വേറെ കുഴപ്പമില്ലാതെ. എനിക്കാണ് ബിയേർഡൊന്നും എടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാം നല്ല പ്രോപ്പറായിട്ട് കഴിഞ്ഞു. ഇനി പ്രോപ്പർ റിസൾട്ടിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഒരു 5 വർഷം മുന്നേ ഞാൻ കൊറോണ സമയത്ത് എൻ്റെ മൈൻഡിൽ എൻ്റെ മുടിയൊന്ന് മാറ്റണം, അല്ലെങ്കിൽ എനിക്ക് നല്ല ഹെയർ ലൈൻ വേണം, കുറച്ചുകൂടി പ്രോപ്പർലി കോൺഫിഡൻസ് വേണം ചിന്തിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ സത്യേട്ടൻ്റെ വീഡിയോ കാണാൻ ഇടയായത്. ആ സമയത്ത് അദ്ദേഹം തന്നൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ എനിക്ക് കിട്ടിയ സന്തോഷം, അങ്ങനെയാണ് ലാ ഡെൻസിറ്റി എന്ന പേരുള്ള ആ ഒരു സംഭവം എൻ്റെ മൈൻഡിലേക്ക് എത്തിയത്. സോ അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ലാ ഡെൻസിറ്റി തന്നെ ആയിരിക്കും. ഒരു മലബാറുകാരനാണ് ഞാൻ. അപ്പോൾ കൊച്ചിയിലായിരുന്നു ക്ലിനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് എങ്ങനെയായിരിക്കും, അത്രയും ദൂരത്തേക്ക് പോകണമല്ലോ എന്നുള്ളൊരു ആശയക്കുഴപ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്താണ് കാലിക്കറ്റ് ബ്രാഞ്ച് ഓപ്പൺ ആണെന്ന് പറഞ്ഞത്. അപ്പം എത്രത്തോളം ഹാപ്പിനെസ് എനിക്കുണ്ടാകുന്ന ചോദിക്കാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ മലബാർ ഏരിയയിലാവട്ടെ, നമ്മുടെ ഈ കേരളത്തിൻ്റെ വടക്കൻ ഭാഗത്തുള്ള എല്ലാവർക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കാലിക്കറ്റ് ലാ ഡെൻസിറ്റി. ഇപ്പോൾ സർജറിക്ക് മാത്രമല്ല, സർജറി കഴിഞ്ഞുള്ള ഫോളോ അപ്പ് ആണെങ്കിലും എല്ലാത്തിലാണെങ്കിലും എനിക്ക് ട്രാവലിംഗ് ഭയങ്കര എളുപ്പമായിരുന്നു. കാരണം തൊട്ടടുത്തല്ലേ. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് അറിയേണ്ടി വന്നിട്ടില്ല. അതാണ് എനിക്ക് ഏറ്റവും ഒരു ബ്ലെസ്സിങ്. കാലിക്കറ്റുള്ള ഈ ബ്രാഞ്ച് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ഇക്കാര്യത്തിൽ ഫോളോ അപ്പിനാണെങ്കിലും സർജറിക്ക് ആണെങ്കിലും PRP ആണെങ്കിലും CFC ആണെങ്കിലും ബയോട്ടിനാണെങ്കിലും എല്ലാ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ അനുഗ്രഹമാണ്. അതല്ലാതെ കാലിക്കറ്റ് തന്നെ ചെയ്യാൻ വേണ്ടി ഞാൻ മറ്റൊരു ക്ലിനിക്കിൽ അന്വേഷിച്ചിരുന്നു. എന്താണ് കാര്യം എന്ന് അറിയണമല്ലോ. സോ ഇപ്പം ക്യാഷിൻ്റെ കേസിലാണെങ്കിലും സർവീസിൻ്റെ കേസിലാണൊക്കെ ഇതൊരു ടോപ്പ് നോച്ച് ക്ലിനിക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഡിഫറൻസ് അത്രയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷൻ എനിക്കേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. സർജറി കഴിഞ്ഞ് വീട്ടിലെത്തി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, നമ്മൾക്ക് റെസ്റ്റിലാണ്, എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ല, ഒരുപാട് സംശയങ്ങളുണ്ടാവും. പക്ഷെ ഇതെല്ലാം തിരുത്താനായിട്ട് ഒരൊറ്റ ഫോൺ കോൾ മതിയായിരുന്നു. PRPക്ക് വേണ്ടി നമ്മൾ വരുമ്പോൾ നമ്മളെ ചെയ്ത ഡോക്ടേഴ്സിനെ കാണാം. അവർക്ക് നമ്മൾ അത്രയും സ്നേഹത്തോടെ ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, ഒരു ചോദിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. PRPക്ക് വേണ്ടുന്ന സ്റ്റാഫുകളാണെങ്കിലും എല്ലാവർക്കും എൻ്റെ മുഖം സുപരിചിതമാണ്. ഇപ്പോൾ അവർക്കെല്ലാവർക്കും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ് എല്ലാം ചെയ്തു തരുന്നത്. ഒരു കുഴപ്പം പോയിട്ട് അത്രയും എന്താ പറയുക, സന്തോഷമാണ് ഇവിടെ വന്ന് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേദനയോ കാര്യങ്ങളോ ഒന്നും എന്നെ എഫക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്രത്തോളം പേടിച്ചിരുന്ന അല്ലെങ്കിൽ മനസ്സിൽ എങ്ങനെ ആയിരിക്കുന്ന എക്സൈറ്റ്മെൻറ്റോടെ കണ്ടിരുന്ന ഒരു സർജറി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, വേറെ കാര്യം. അത്രയും കൂടെ കഴിഞ്ഞതിൻ്റെ എല്ലാ ക്രെഡിറ്റും ലാ ഡെൻസിറ്റിക്കാണ്. അപ്പോൾ ഇതിൻ്റെ 4 മാസം റിസൾട്ടാണ്. അപ്പോൾ ഒരു 8 മാസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി വരാം. അപ്പോൾ എൻ്റെ ഒരു 50% റിസൾട്ട് ഉണ്ടാകും നിങ്ങൾ ഞാൻ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു.